വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു വിഭവമാണ്. അതിന് വേണ്ടി ഞാനൊരു മൺചട്ടി അടുപ്പത്തേക്ക് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ഗ്യാസ് കത്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ മുളക് പൊടി ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും പിന്നെ നമുക്ക് കറിവേപ്പില, നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് തീ കത്തിക്കണം. കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യുക. എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇപ്പോഴാണ് നമ്മൾ തീ കത്തിച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഒരു 10 വെളുത്തുള്ളി ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊരു 25 ചെറിയുള്ളി നന്നായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയുള്ളിയിൽ വെച്ചുണ്ടാക്കി കഴിഞ്ഞാൽ വളരെ ടേസ്റ്റ് ആയിരിക്കും. നന്നായി ഇളക്കുക. ഇളക്കിയതിന് ശേഷം ഈ എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് വാളംപുളിയില്ലേ, അത് ആവശ്യത്തിന് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള അയിലയാണ് എടുക്കുന്നത്. അയില നമ്മൾ സാധാരണ അയില കട്ട് ചെയ്ത് അതിന് വരഞ്ഞിട്ടാണ് നമ്മൾ കറി വയ്ക്കുക. പക്ഷേ ഇവിടെ ഞാൻ അങ്ങനെയല്ല, പൊളിച്ചിട്ടാണ് കറി വയ്ക്കുന്നത്. കാരണം ഇതിലെല്ലാ ചേരുവകളും നന്നായി പിടിച്ച് അയിലക്കറി നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു 4 അയില എടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്തിട്ട് പൊളിച്ചിട്ട് ഞാനിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ആണ് കറി വയ്ക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് എല്ലാം നന്നായി പിടിക്കും. എന്നിട്ട് ഒരു അടപ്പ് വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് അടച്ചതിന് ശേഷം 5 മിനിറ്റിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള അയില വറ്റിച്ചത് ഇവിടെ റെഡിയാകും. ചോറിന് ഈ ഒരൊറ്റ കറി മാത്രം മതി. ഇഷ്ടം പോലെ നമ്മൾ ചോറ് കഴിക്കും. വേറെ കറിയുടെ ആവശ്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. താങ്ക്